താനാരോ തന്നാരോ തന താനാരോ തന്നാരോ താനാരോ തന്നാരോ തന താനാരോ തന്നാരോ താനാരോ തന്നാരോ തന താനാരോ തന്നാരോ. കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ടു വണങ്ങാം നമുക്ക്. ഈ വർഷത്തെ മീനഭരണി ഉത്സവത്തിനായി ക്ഷേത്രവും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞു. കൊടിക്കൂറകളാൽ അലങ്കരിക്കപ്പെട്ട ക്ഷേത്ര പരിസരത്ത് ധാരാളം കടകളും വന്നു കഴിഞ്ഞു. അശ്വതി കാവുതീണ്ടലിന് മുന്നൊരുക്കമായി കോമരങ്ങൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്നു തൊഴുതുപോയ ഭക്തജനങ്ങൾ കുരുമുളകും മഞ്ഞൾപ്പൊടിയും പണവും ചേർത്ത് തലയ്ക്കൊഴിഞ്ഞു വെച്ച് അത് ശിവഭഗവാന് മുമ്പിൽ ദോഷശാന്തിക്കായി കൊണ്ട് സമർപ്പിക്കുന്നുണ്ട് ധാരാളമായി. കൊടുങ്ങല്ലൂർ മീനഭരണി ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ കോഴിക്കല്ല് മൂടുന്നതിനുള്ള കല്ലുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ മണ്ണ് നീക്കി മണ്ണുകൊണ്ട് കല്ലുകൾ മൂടി അതിന് മുകളിൽ പട്ട് വിരിക്കുന്ന ചടങ്ങാണ്. നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ. ഇത് കൊടുങ്ങല്ലൂരമ്മയുടെ ചെലമ്പായിട്ട് സങ്കല്പിക്കുന്ന ആ ചെലമ്പാണ് ഇവിടെ. ഭരണി നാളിൽ എല്ലാവരും ഏറ്റുകൊണ്ട് നടക്കുന്ന ചെലമ്പ്. കണ്ണകി കോവലനെ തിരിച്ചു കിട്ടാനായിട്ട് വലിച്ചെറിഞ്ഞ ചെലമ്പെന്ന് പറയുന്ന ഇതാണ്. ആ ചെലമ്പിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ ചിലമ്പ് പിടിച്ചുകൊണ്ട് ഇവിടെ കോമരങ്ങൾ തുള്ളുന്നത്. ദേവിയുടെ വാളിൻ്റെ പ്രതീകാത്മകമായിട്ട് ഇവിടെ കോമരങ്ങൾ വാള് പിടിച്ച് തുള്ളിക്കൊണ്ട് ഓടുന്നത് ഇങ്ങനെയാണ്. ഈ ചിലമ്പും വാളുമൊക്കെ പിടിച്ചുകൊണ്ടാണ്. കോമരങ്ങൾ അരയിൽ കെട്ടുന്ന അരമണിയാണിത്. ദേവി ദാരികനെ വധിക്കുന്ന സമയത്ത് അരമണിയും വാളും ചിലമ്പുമൊക്കെ പിടിച്ചിട്ടാണ് രൗദ്രഭാവത്തിൽ വന്നിരുന്നത്. ആ ഒരു സങ്കല്പത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭരണിപ്പാട്ട് കേട്ടിട്ടില്ലേ? താനാരോ തന്നാരോ. ഭരണിപ്പാട്ട് ശുദ്ധമായ നല്ല ഭരണിപ്പാട്ടുണ്ട്. നമ്മൾ ആൾക്കാർ പറയുന്ന ടൈപ്പല്ല, നല്ല സാഹിത്യ ഭംഗിയുള്ള നല്ല ഭരണിപ്പാട്ടുണ്ട്. അതിനൊപ്പം തുള്ളിക്കൊണ്ട് അവർ ചിലമ്പ് കിലുക്കിക്കൊണ്ട് പാടുന്ന അതിനുപയോഗിക്കുന്ന ചിലമ്പാണിത്. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ചിലമ്പ് കിലക്കിക്കൊണ്ടാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം. ഭക്തജനങ്ങൾ പ്രാർത്ഥനയുടെ ഫലസിദ്ധിക്കായി ഫലസിദ്ധി ലഭിച്ചവരും വാളും ചിലമ്പും അവരുടെ സമർപ്പണമായി ദേവിക്ക് പ്രദക്ഷിണം ചെയ്ത് നടക്കിൽ സമർപ്പിക്കാറുണ്ട്. മീനഭരണി ഉത്സവത്തിലെ അടുത്ത പ്രധാന ചടങ്ങ് രേവതി വിളക്കാണ്. അന്ന് ഈ ദീപസ്തംഭം അടക്കം എല്ലാ വിളക്കുകളും പ്രകാശപൂരിതമാവും. ക്ഷേത്ര പരിസരത്തുള്ള ആലുകളും മണ്ഡപങ്ങളും ഒക്കെ കൊടിക്കൂറകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ദേവിക്ക് മഞ്ഞൾപ്പറ ഏറെ പ്രധാനമാണ്. ഒപ്പം തന്നെ നെൽപ്പറയും. രേവതി വിളക്ക് മുതൽ അശ്വതി കാവുതീണ്ടൽ ഇതിനൊക്കെ അഭൂതപൂർവമായ തിരക്കായിരിക്കും. തിളയ്ക്കുന്ന വെയിലുമായിരിക്കും. അതിനു വേണ്ടി ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാണ്ട് വരും. അത്രയ്ക്ക് വലിയ തിരക്കായിരിക്കും ഇവിടെ. ക്ഷേത്രപാലൻ്റെ നടയിൽ തേങ്ങയുടച്ച് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാഗത്തെ തവിട്ടുമുത്തിക്ക് മുന്നിൽ ശ്വാസസംബന്ധമായ രോഗങ്ങൾക്കും മറ്റസുഖങ്ങൾക്കും ഒക്കെയായി വറപൊടി സമർപ്പിച്ച് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രപാലൻ്റെ നടയിൽ തുലാഭാരവും ഏറെ പ്രധാനമാണ്.
പടിഞ്ഞാറ് ഭാഗത്തുള്ള വസൂരിമാലയ്ക്ക് മുന്നിൽ മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. വസൂരി, ചിക്കൻ പോക്സ് തുടങ്ങിയ പകർച്ചവ്യാധികൾ വരാതിരിക്കുന്നതിനും വന്നവർക്ക് മാറിക്കിട്ടുന്നതിനും വേണ്ടിയുള്ള സമർപ്പണമാണ് മഞ്ഞൾപ്പൊടി. ക്ഷേത്രത്തിലേക്ക് വഴിപാടിന് ആവശ്യമായ എന്ത് സാധനങ്ങളും ആവശ്യമുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് സമീപമുള്ള ശിവശങ്കരൻ ചേട്ടൻ്റെ ട്രൈ സ്റ്റാർ സ്റ്റോറിലേക്ക് വന്നാൽ മതി. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് ഈ കടയുള്ളത്. ദേവിയുടെ കണ്ടോ, പവർഫുള്ളായിട്ടുള്ള ദേവീ രൂപമാണത്. കൊടുങ്ങല്ലൂർ മീനഭരണി ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങായ കാവ് തീണ്ടൽ അത് അശ്വതി നാളിലാണ്. കാവ് തീണ്ടൽ കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ടാണ് നട തുറക്കുക. മീനഭരണി ഉത്സവം യഥാവിധി ആചരിച്ച് സംപ്രീതയായ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.